13ാമത്തെ സെഷൻ്റെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ഈ വർക്ക്ഷീറ്റിൽ കൃത്യമായി പറഞ്ഞാൽ 4 പ്രധാന ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് 4 ഒറ്റവാക്കിൻ്റെ ചോദ്യങ്ങളുമായി 5 ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് നമ്മളിപ്പോൾ കേട്ട കാര്യങ്ങളുമായിട്ട് അതിന് നേർബന്ധമുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങളാണ് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ആ ചോദ്യം ഇതാണ്: ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് is 3 and common difference 2. ആദ്യത്തെ ചോദ്യം ഇതാണ്: റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. Algebraic form of the sequence. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം എഴുതുക. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാമല്ലോ. xn is equal to dn plus f minus d. അതായത് 2n plus 3 minus 2, that is 2n plus 1. രണ്ടാമത്തെ ചോദ്യം: ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n ടേംസിൻ്റെ സം കാണുക. ഓക്കെ, ആദ്യത്തെ n ടേംസിൻ്റെ സം കാണണം. അപ്പോൾ സം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ഇൻറ്റു n by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഈസ് 3 പ്ലസ് 2n plus 1 ഇൻറ്റു n by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 plus 2n ഇൻറ്റു n by 2. That is 4 into n by 2 plus 2n into n by 2. അതായത് 2n plus n സ്ക്വയേർഡ് എന്ന് നമുക്ക് സം ഇസ് ഈക്വൽ ടു n സ്ക്വയേർഡ് പ്ലസ് 2n അങ്ങനെ നമുക്ക് എഴുതാം. സം ഇസ് ഈക്വൽ ടു n സ്ക്വയേർഡ് പ്ലസ് 2n എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സമ്മാണ് ഈ കാണുന്നത്. മൂന്നാമത്തെ ചോദ്യവുമായി വരുന്നത് ഇങ്ങനെയാണ്: യൂസിങ് ദിസ് എക്സ്പ്രഷൻ, യൂസിങ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്. സി, യൂസിങ് ദ സം, using the expression of the sum of first n terms, calculate the sum of first 10 terms. നമുക്ക് n-ന് സം ഇസ് ഈക്വൽ ടു എന്താണ്? സം ഇസ് ഈക്വൽ ടു n സ്ക്വയർഡ് പ്ലസ് 2n. സം ഇസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n. വെൻ n ഇസ് ഈക്വൽ ടു 10, സം ഓഫ് ഫസ്റ്റ് n ടേംസ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഇസ് ഈക്വൽ ടു 10 squared plus 2 into 10, that is equal to 100 plus 20,
ദാറ്റ് ഈസ് 120. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. വീണ്ടും അടുത്ത ചോദ്യമായിട്ട് ഇതിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ക്യാൻ ദ സം ഓഫ് ഡി ക്യാൻ the sum of first 25 terms, or can the sum of, no need of first, can the sum of any 25 terms, sum of any 25 terms of this sequence 2022. ഈ സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സം, അത് ഓർഡറിലാകണമെന്നില്ല, ആദ്യത്തെ 25 ആകണമെന്നില്ല, എവിടെ നിന്നെങ്കിലും തുടങ്ങി തുടർച്ചയായി 25 ആകണമെന്നില്ല. വി ക്യാൻ ടേക്ക് എനി 25 ടേംസ്. അത് 2022 ആകുമോ എന്നുള്ളതാണ്. ഇത് ആൻസർ ചെയ്യുമ്പോൾ അല്പം ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിക്കണം. ഓൾ ടേംസ് ആർ odd numbers. All terms are odd numbers. 25 odd numbers cannot make the sum 2022, which is an even number. Which is an even number. 25 ഓഡ് നമ്പറുകളുടെ സം മറ്റൊരു ഓഡ് നമ്പർ ആയിരിക്കും, അല്ലാതെ ഈവൻ നമ്പർ ആയിരിക്കില്ല. ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പർ സം ഇസ് ഓഡ്. 25 ഒരു ഓഡാണ്, നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സാണ്. 25 ഓഡ് നമ്പേഴ്സിൻ്റെ സം ഒരിക്കലും ഒരു ഈവൻ നമ്പറായി വരില്ല, അതൊരു ഓഡ് നമ്പർ തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം 2022 കനോട്ട് ബി ദ സം ഓഫ് 25 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഇതാണ് ആദ്യ ഭാഗം വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വർക്ക്ഷീറ്റിലെ രണ്ടാമത്തെ ചോദ്യം. സം ഓഫ് ദി first n terms of an arithmetic sequence is 2n squared plus n. Sum of the first n terms of an arithmetic sequence is 2n squared plus 1. The first question, what is its first term? What is its first term? ആദ്യത്തെ ടേം എത്രയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഫസ്റ്റ് ടേം എത്രയാണ്? അപ്പോൾ എന്നിന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് സം ഓഫ് 1 ടേംസ്. സം ഓഫ് 1 ടേംസ് എന്ന് പറഞ്ഞാൽ സം കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2 ടേംസ് എങ്കിലും വേണം. സം ഓഫ് 1 ടേംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇറ്റ് സെൽഫ്. ലോജിക്ക് മനസ്സിലായി കാണും. വെൻ n is equal to 1, when we give n is equal to 1 in the sum of the first n terms, we get the sum of 1 terms. It is first term itself. First term is equal to 2 into 1 squared plus 1. That is equal to 2 plus 1. That is equal to 3. This is the first term. When n is equal to 2, ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വെൻ n is equal to 2, സം ഓഫ് ഫസ്റ്റ് n ടേംസ് അല്ലെങ്കിൽ ഫസ്റ്റ് 2 ടേംസ്, സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ് ഈസ് 2 into 2 squared plus 1 plus 2.
2 into n square, 2n square plus n. 2 into 2 squared plus 2. That's equal to 8. This is 8 plus 2. That is equal to 10. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേംസിൻ്റെ സമ്മാണ് 10. അതായത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി കൂട്ടുന്നതാണ് 10. When n is equal to 2, we get the sum of first two terms. That is x1 plus x2 is equal to 10. ആദ്യത്തെ രണ്ട് ടേംസിൻ്റെ സമ്മാണ് 10. ആദ്യത്തെ ടേം 3 ആണ്. ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും കൂടി കൂട്ടിയതാണ് 10. അതായത് നമുക്ക് പറയാം രണ്ടാമത്തെ ടേം കിട്ടുക എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് ആദ്യത്തെ ടേം കുറച്ചാൽ മതിയല്ലോ. 10 minus 3, that is equal to 7. അപ്പോൾ ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 7. So the common difference is 7 minus 3, that is equal to 4. അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇത്. അതാണ് ആ പാറ്റേൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എളുപ്പം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം വരുന്നത് nth ടേം, അതായത് ആൾജിബ്രിക് ഫോം ഏതാണെന്നുള്ള. റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. Write the algebraic form of the sequence. See, write the algebraic form of the sequence. Algebraic form of the sequence. Algebraic form of the sequence ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയല്ലോ. ഫസ്റ്റ് ടേം നമുക്ക് എത്രയാണ് കിട്ടിയത്? ഫസ്റ്റ് ടേം ഈസ് 3. Common difference is 4. Therefore, algebraic form is dn plus f minus d. That is equal to 4n plus 3 minus 4. That is equal to 4n minus 1. That is algebraic form. നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. D, write the 20th term of the sequence. സീക്വൻസിൻ്റെ 20th ടേം കാണുക. അപ്പോൾ 20th ടേം എന്ന് പറഞ്ഞാൽ 4 into 20 minus 1, that is 80 minus 1, that is equal to 79. ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ consider the sequence 6, 10, 14, etc. 6, 10, 14, etc. Consider the sequence. Consider the sequence. 6, 10, 14, എക്സെട്ര. ഇതാണ് സീക്വൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം. എല്ലാ ചോദ്യങ്ങളുടെയും ഏറ്റവും ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം തന്നെ ആയിരിക്കും. എല്ലാവർക്കും ആൻസർ ചെയ്യാനും സാധിക്കും. അത് അങ്ങനെയാണ് ഒരു പുതിയ ഇവാലുവേഷൻ രീതി. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് എഴുതാം. is equal to 10 minus 6, that is equal to 4. P, what is the difference between the first term and 21st term? What is the difference between first term and 21st term of this sequence. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും 21st ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ 21st ടേം മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ
21st term minus first term is equal to 20 times common difference. നമുക്കറിയാവുന്ന കാര്യമാണത്. 20 into 4, that is equal to 80. That is the difference between 21st term and first term. അടുത്ത ചോദ്യം, what are the term positions having the same difference? What are the term positions? What are the term positions? Positions having the same difference. The same difference. ഇപ്പോൾ ധാരാളം സ്ഥാനങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ഡിഫറൻസ് 20D വരുന്ന ടേംസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് x22 മൈനസ് x2. ദിസ് ഈസ് 20D. ഓക്കെ, വീണ്ടും പറയാം നമുക്ക്. x23 minus x3, that is also 20D. ഇങ്ങനെ നമുക്ക് ധാരാളം പറയാലോ. x24 minus x4, that is also 20D. ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ടേം പൊസിഷൻ. അപ്പോൾ x1 x21, x1 എന്നുള്ള ടേമും x21 എന്നുള്ള ടേമും ഡിഫറൻസ് ഈസ് 20D. ഡിഫറൻസ് 20D. ഇപ്പോൾ x2 and x22, the difference is 20D. ഡിഫറൻസ് 20D. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ ടേം ഡിഫറൻസസ് ഈസ് 20D എന്ന് പറയാം. നാലാമത്തെ ചോദ്യം ഇതിൽ പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് സം ഓഫ് ദ നെക്സ്റ്റ് 20 ടേംസ്. അങ്ങനെയാണ് ചോദ്യം വരുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് സം ഓഫ് ദ നെക്സ്റ്റ് 20 ടേംസ്. അതാണ് D. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ sum of the first sum, what is the difference between sum of the first 20 terms and the sum of the next 20 terms. Sum of the next 20 terms. ഇങ്ങനെ നമുക്ക് പറയാം, ചോദ്യം ചോദിക്കാം. അപ്പോൾ ദിസ് ഇസ് എ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മറ്റ് സബ് ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ചോദിക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലൊരു ചോദ്യമാണ്. ഇതാണ് സെൻറ്റൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് സം ഓഫ് ദ നെക്സ്റ്റ് 20 ടേംസ് ഇൻ ദ അരിത്തമാറ്റിക് സീക്വൻസ്. What is that arithmetic? In the arithmetic sequence, 6, 10, 14, etc. 6, 10, 14 എന്നുള്ള അരിത്തമാറ്റിക് സീക്വൻസിൽ ആദ്യത്തെ 20 ടേംസിൻ്റെ സമം അടുത്ത 20 ടേംസിൻ്റെ സമം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ദ ഡിഫറൻസ് ഈസ് 20 times 20D. അതായത് 400D. ദാറ്റ് ഈസ് 400 into 4, 1600 എന്ന് എഴുതാം. കാരണം ഈ സബ് ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ 21st and 21st, that is 20D. 22nd term and second term, that is 20D. 23rd term and 23rd term, that is 20D. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ 20ാമത്തെ ടേമും കണ്ടോ, ആദ്യത്തെ 20 ടേമും പിന്നീടുള്ള 20 ടേമും കണ്ടോ. ഇപ്പോൾ 20, അപ്പോൾ
x40 മൈനസ് x20 അതും 20d തന്നെ ആയിരിക്കും. ഈ ഡിഫറൻസുകളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് സം ഓഫ് ദ നെക്സ്റ്റ് 20 ടേംസ് എന്ന് വെച്ചാൽ ആ 21 മുതൽ 40 വരെയുള്ള ടേംസിൻ്റെ സമ്മും 1 മുതൽ 20 വരെയുള്ള ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണുന്ന 20 ടൈംസ് 20d. 20 times 20d, that is 400d, that is 400 into 4, that is equal to 1600 എന്ന് പറയുന്നത്. 1 മുതൽ 20 വരെയുള്ളതിൻ്റെ ടേംസിൻ്റെ സം, 21 മുതൽ 40 വരെയുള്ള ടേംസിൻ്റെ സം. ഈ ടേംസ് സം സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നതിന് പകരമായിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം. ഇതാണ് നമ്മളുടെ പാഠപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്ന ഗണിത ചിന്ത. ഓക്കെ, ഇനി 5-ാമത്തെ ചോദ്യങ്ങളാണ്. 4-ാമത്തെ ചോദ്യമാണ്. 4-ാമത്തെ സെറ്റ് ചോദ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. കൺസിഡർ ദ സീക്വൻസ് 4, 12, 20, 28 etc. ഇതാണ് സീക്വൻസ്. ആദ്യത്തെ ചോദ്യം what is its nth term? What is the nth term? nth term അല്ലെങ്കിൽ algebraic form അല്ലെങ്കിൽ write the algebraic expression of this sequence എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ xn is equal to dn plus f minus d എന്ന് പറഞ്ഞ് നമുക്ക് 8n plus 4 minus 8 that is equal to 8n minus 4 എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് write the first term, sum of the first 2 terms, sum of the first 3 terms. ഫസ്റ്റ് ടേം നമുക്കറിയാം 4 ആണെന്ന്. സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. റൈറ്റ് ദ ഫസ്റ്റ് ടേം, സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്, sum of the first 3 terms etc. as a sequence. ആദ്യത്തെ ടേം നമുക്ക് വ്യക്തമായിട്ടറിയാം അത് 4 ആണ്. ഓക്കെ, ആദ്യത്തെ ടേം 4 ആണ്. ആൻസർ വരും ആദ്യത്തെ ടേം 4 ആണ്. 2 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 16 ആണ്. 3 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 36 ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. ഈ 4 ടേംസ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 4 ടേംസിൻ്റെ സം ഇങ്ങനെ എഴുതുക, ആ സീക്വൻസ് എഴുതുക എന്നാണ് ചോദ്യം. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n terms is a perfect square. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പം ഈ കണ്ടത് ആദ്യത്തെ ടേം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 ടേംസിൻ്റെ സം 16 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 3 ടേംസിൻ്റെ സം ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 4 ടേംസിൻ്റെ സം എടുത്താലും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇതെല്ലാം വേരിഫിക്കേഷനാണ്, പരിശോധനയാണ്. പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. സം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ഇൻറ്റു n/2. ഇതാണ് സം കാണുന്ന രീതി. ഫസ്റ്റ് ടേം ഏതാണ്? 4. nth ടേം ഏതാണ്? 8n minus 4 ഇൻറ്റു n/2. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 8n ഇൻറ്റു n/2 that is 4n squared. This is 2n all squared.
ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 2n സ്ക്വയറാണ് ഈ കാണുന്നത്. അപ്പോൾ സം ഈസ് 2n സ്ക്വയർഡ്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ, അതായത് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു നമുക്കെന്ത് മനസ്സിലാവും? ഫോർ എനി വാല്യൂ ഓഫ് n, n ഏത് സംഖ്യ കൊടുത്താലും സം ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 10 ടേംസിൻ്റെ സമ്മായാലും 20 ടേംസിൻ്റെ സമ്മായാലും ഫോർ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് n, ദ സം ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുക. ഇവിടെ മറ്റൊരു ചോദ്യം വളരെ സാന്ദർഭികമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാ പെർഫെക്റ്റ് സ്ക്വയറും ഈ സീക്വൻസിലെ ടേംസിൻ്റെ സമ്മായിരിക്കില്ല. ഈ സീക്വൻസിലെ ടേംസ് തുടക്കം മുതലുള്ള ടേംസിൻ്റെ സം ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഈസ് 121 the sum of the first n terms of sum of some terms, first some terms of the, ഇങ്ങനെ പറഞ്ഞാൽ മതി, sum of the first some terms of this sequence. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതിൽ നിന്ന് മനസ്സിലായത് the sum is a multiple of 4. It is a perfect square. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേസമയം അത് ഒരു 4ൻ്റെ മൾട്ടിപ്പിളും കൂടിയാണ്. കാരണം 4n സ്ക്വയർഡ് എന്നാണ് സം വന്നിരിക്കുന്നത്. 4n സ്ക്വയർഡ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്കിങ്ങനെ എഴുതാം, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അറ്റ് ദ സെയിം ടൈം ദിസ് സം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഹിയർ 121 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. Multiple of 4. But 121 cannot be the sum that we discuss here. Okay. ഇനി കുറച്ച് വൺ വേർഡുകളാണുള്ളത്. അത് ഉത്തരങ്ങൾ ഫയലിൽ ചേർത്തിരിക്കും. അതിലൂടെ കടന്നു പോവുക, ഉത്തരം സ്വയം കണ്ടുപിടിക്കുക.